CPIM നേതൃത്വവുമായുള്ള ജി സുധാകരന്റെ തർക്കത്തിൽ നാടകീയത. പെരുമ്പളം പാലം ഉദ്ഘാടനത്തിന്റെ ലൈവ് സ്ട്രീമിംഗ് സുധാകരൻ അറിയാതെ ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ചു. CPIM ജില്ലാ കമ്മിറ്റിയിലെ അഡ്മിൻ അനുമതിയില്ലാതെ പോസ്റ്റ് ചെയ്യുകയായിരുന്നു എന്നാണ് വിവരം. ഇപ്പോൾ ഫേസ്ബുക്ക് പേജിൽ നിന്ന് ലിങ്ക് നീക്കം ചെയ്തിട്ടുണ്ട്. അമൽ സുരേന്ദ്രൻ വിവരങ്ങളുമായിട്ട് ചേരുന്നു. അമൽ, അതായത് ജി സുധാകരന്റെ പേജിൽ, ഫേസ്ബുക്ക് പേജിൽ ഈ ഉദ്ഘാടന പരിപാടിയുടെ ലിങ്ക് ലൈവ് തത്സമയ സംപ്രേഷണം പ്രത്യക്ഷപ്പെട്ടു. അത് പക്ഷേ സുധാകരൻ അറിഞ്ഞുകൊണ്ടായിരുന്നില്ല. ഇത് മനസ്സിലാക്കിയ സുധാകരൻ അത് ഡിലീറ്റ് ചെയ്തു, അല്ലേ? അപ്പോൾ സുധാകരൻ അറിയാതെ സുധാകരൻ്റെ ഫേസ്ബുക്ക് പേജ് മറ്റുള്ള ആളുകൾ, CPIMൻ്റെ നേതൃത്വം ആക്സസ് ചെയ്യുന്നുണ്ട് എന്നാണോ മനസ്സിലാക്കിയിരിക്കുന്നത്? എന്താണ് അദ്ദേഹം പറയുന്നത്? സനീഷ്, ആലപ്പുഴയിലെ പാർട്ടിക്കുള്ളിലെ നാടകീയതകൾ പുതുതൊന്നുമല്ല. അത് വീണ്ടും ആവർത്തിക്കുകയാണെന്ന് വേണം ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. പ്രത്യേകിച്ചും ഇന്ന് രാവിലെ ജി സുധാകരന്റെ ഫേസ്ബുക്ക് പേജിലൂടെ പെരുമ്പളം പാലത്തിന്റെ ഉദ്ഘാടന വേദിയുടെ തത്സമയ ലൈവിന്റെ ലിങ്ക് ഫേസ്ബുക്കിലൂടെ ഷെയർ ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോഴെല്ലാം പാർട്ടി പ്രവർത്തകരടക്കം കണക്കാക്കിയിരുന്നത് സുധാകരൻ മയപ്പെട്ടിരിക്കുന്നു, അനുനയ ശ്രമങ്ങളെല്ലാം ഫലം കണ്ടിരിക്കുന്നു എന്നാണ്. എന്നാൽ അല്പസമയം മുൻപ് ആ ഫേസ്ബുക്ക് പേജിൽ നിന്ന് ഈ ലിങ്ക് നീക്കം ചെയ്തിരിക്കുകയാണ്. ഏതായാലും ഇപ്പോൾ സുധാകരന്റെ ഈ ഫേസ്ബുക്ക് പേജിലൂടെ തന്നെയായിരുന്നു വിമർശനങ്ങളെല്ലാം ഉണ്ടായത്. സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങൾക്ക് എതിരായിട്ടുള്ള ഈ ഫേസ്ബുക്ക് പേജ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ നിയന്ത്രണമുള്ളത് കുടുംബത്തിന്റെ കയ്യിലാണ് എന്നാണ് നമുക്ക് ഇപ്പോൾ ഇതുവരെ നമ്മൾ കണക്കാക്കിയിരുന്നത്. പക്ഷേ സുധാകരൻ മന്ത്രിയായിരുന്ന സമയത്ത്, ജനപ്രതിനിധിയായിരിക്കുന്ന സമയത്തെല്ലാം ഈ ഒരു ഫേസ്ബുക്ക് പേജ് നടത്തിയിരുന്നത്, അല്ലെങ്കിൽ അതിന്റെ നിയന്ത്രണം ഉണ്ടായിരുന്നത് ജില്ലാ കമ്മിറ്റിയുടെ ഭാഗമായിട്ടുള്ള അഡ്മിനായിരുന്നു. ആ അഡ്മിനാണ് തന്റെ അനുമതി കൂടാതെ ഇപ്പോൾ ഈ പെരുമ്പളം പാലത്തിന്റെ ഉദ്ഘാടന വേദിയുടെ ലിങ്ക് തന്റെ ഫേസ്ബുക്ക് പേജ് വഴി ഷെയർ ചെയ്തത് എന്നാണ് സുധാകരനുമായി അടുത്ത വൃത്തങ്ങൾ നമ്മളോട് പറയുന്നത്. നമുക്കറിയാവുന്നതാണ്, ഇന്ന് രാവിലെയാണ് ആലപ്പുഴയിലെ കാർമൽസ് കോളേജിൽ മുഖ്യമന്ത്രി ഹെലിപ്പാഡിൽ ഇറങ്ങുകയും പിന്നീട് AC റോഡ് വഴി, അതായത് പറവൂരിലുള്ള സുധാകരന്റെ വീടിന് തൊട്ടടുത്തു കൂടിയുള്ള AC റോഡിലൂടെ മങ്കൊമ്പ് ഭാഗത്തേക്ക് നിരവധിയായിട്ടുള്ള, പ്രത്യേകിച്ച് കുട്ടനാടിന്റെ കുടിവെള്ള പദ്ധതിയുടെ മറ്റും ഉദ്ഘാടനത്തിനു വേണ്ടി, അല്ലെങ്കിൽ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിന്റെ ഉദ്ഘാടനം, പടാരി പാലം, ഇവയുടെ എല്ലാം ഉദ്ഘാടനത്തിന് വേണ്ടി മുഖ്യമന്ത്രി പോയത് തിരിച്ചും ഇതേ വഴിയിലൂടെ തന്നെയാണ് പോയത്. പക്ഷേ അപ്പോഴൊന്നും സുധാകരന്റെ വീട്ടിലേക്ക് എത്തുകയോ മുഖ്യമന്ത്രി സംസാരിക്കുകയോ അനുനയ നീക്കങ്ങൾ നടത്തുകയോ ഒന്നും ചെയ്തില്ല. മുൻപ് തന്നെ മുഖ്യമന്ത്രി സുധാകരന്റെ വീട്ടിലെത്തുമെന്നും അല്ലെങ്കിൽ സംസാരിക്കുമെന്നും അനുനയ നീക്കങ്ങളെല്ലാം നടത്തുമെന്നുമുള്ള ഒരു അഭ്യൂഹങ്ങൾ പുറത്തുണ്ടായിരുന്നു. നമുക്കും അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കുവാനും സാധിച്ചിരുന്നത്. ഇന്നലെയാണ് കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാതയും അതോടൊപ്പം തന്നെ G ഹരിശങ്കറും സുധാകരന്റെ വീട്ടിലെത്തി കാണുകയും പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള ഒരു അനുനയ നീക്കമെല്ലാം നടത്തുകയും ചെയ്തത്. പക്ഷേ ഇപ്പോഴും സുധാകരന്റെ നിലപാടിൽ മാറ്റമില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സുധാകരൻ. അതോടൊപ്പം തന്നെ പാർട്ടിയുടെ ഒരു അനുഭാവിയായി തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. അപ്പോൾ പാർട്ടി വിട്ടു പോകാതെ തന്നെ പാർട്ടിക്കെതിരെയുള്ള വിമർശനങ്ങൾ കനപ്പിക്കുവാനുള്ള ഒരു ശ്രമമായിരിക്കും ഇനി സുധാകരന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുക എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. നിയമസഭാ തെരഞ്ഞെടുപ്പെല്ലാം അടുത്തു നിൽക്കുന്ന ഒരു സമയത്ത് കൂടി ഇത് പാർട്ടിക്ക് അങ്ങേയറ്റം ദോഷം ചെയ്യുന്ന കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ സുധാകരന്റെ ഫേസ്ബുക്ക് പേജ് പാർട്ടി ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിലൂടെ ഇത്തരത്തിലൊരു ഫേസ്ബുക്ക് ലിങ്ക് ഷെയർ ചെയ്യുവാൻ മാത്രം ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ ഭാഗമായിട്ടുള്ള അഡ്മിന് സാധിക്കുന്നുവെങ്കിൽ അത് എന്തുകൊണ്ടാണ് എന്ന് പരിശോധിക്കേണ്ട കാര്യമുണ്ട്. തുടർ നടപടികൾ എന്തായിരിക്കുമെന്നും സുധാകരന്റെ ഭാഗത്തു നിന്ന് കുറെ കൂടി വ്യക്തത വരുത്തേണ്ടതുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ സുധാകരനുമായി നമ്മൾ സംസാരിക്കുകയും ഇതിലൊരു കുറെ കൂടി വ്യക്തത വരുത്തുവാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സനീഷ്, ശരി, നന്ദി അമല. വിവരങ്ങൾക്ക് എന്തായാലും ആലപ്പുഴയിൽ വന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ജി സുധാകരൻ്റെ വീട്ടിലേക്ക് വന്നില്ല, അദ്ദേഹത്തെ കാണാനൊന്നും പോയില്ല എന്നത് രാഷ്ട്രീയമായിട്ട് കാര്യങ്ങളെ അങ്ങനെ വ്യാഖ്യാനിക്കുകയും അതേക്കുറിച്ച് കരുതുകയും ചെയ്യുന്ന ആളുകൾക്കൊരു സൂചനയാണോ എന്ന ചർച്ചകളാണ് സ്വാഭാവികമായിട്ടും അതുവഴി ഉണ്ടായിരിക്കുക. അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ജില്ലയിലെ ലീഡർഷിപ്പ് നടത്തുന്നുണ്ട്. CS സുജാത കഴിഞ്ഞ ദിവസം അങ്ങോട്ട് ചെന്നിരുന്നു. പെരുമ്പളം ഉദ്ഘാടന ചടങ്ങിൽ അദ്ദേഹത്തിൻ്റെ പേരുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ഉദ്ഘാടന ചടങ്ങിലേക്ക് പോയിട്ടില്ല. ആരോഗ്യ പ്രശ്നങ്ങളാണ് പറഞ്ഞത്. MA ബേബിയും അക്കാര്യം അനുഭാവപൂർണ്ണമായിട്ടാണല്ലോ ജി സുധാകരനെ കുറിച്ച് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. പക്ഷേ മുഖ്യമന്ത്രി അതുവഴി അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ട്. പക്ഷേ മുഖ്യമന്ത്രി കയറിയിട്ടില്ല. ഏതായാലും ജി സുധാകരൻ ഉടക്കി നിൽക്കാനാണ് തുടരുന്നതെങ്കിൽ ആ നിലക്ക് കാര്യങ്ങളെ കാണേണ്ടി വരും എന്നൊരു മുൻകൂർ ധാരണ കൊണ്ടായിരിക്കുമോ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തോട് അങ്ങനെ ഒരു അവിടേക്ക് ചെല്ലുകയും മറ്റും ചെയ്യാതിരുന്നത് എന്ന ചർച്ചകളും സ്വാഭാവികമായിട്ടും വരും. MP ഗോവിന്ദൻ മാസ്റ്റർ CPIM സംസ്ഥാന സെക്രട്ടറി പിറ്റേ ദിവസം തന്നെ വിളിച്ചിരുന്നു. പക്ഷേ അവിടെയും പാർട്ടിയും അംഗത്വം പുതുക്കാനില്ല എന്ന നിലപാടിലായിരുന്നു ജി സുധാകരൻ ഉണ്ടായിരുന്നത്.